ഞാൻ ഈ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഇത്രമാത്രം ആഴത്തിലുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഇത് വിദ്യാഭ്യാസ മേഖലയുമായി എന്തുമാത്രം ഇഴചേർന്നിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലെ 44 ലക്ഷം കുട്ടികളാണ് 1 മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 12,930 സ്കൂളുകളിലായി പഠനം നടത്തുന്നത്. അതേതാണ്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/7 വരും. ഇത് കൂടാതെ 1-2 ലക്ഷം കുട്ടികൾ CBSEയിലും ICSEയിലുമായിട്ട് പഠനം നടത്തുന്നുണ്ട്. 33,000-ൽ പരം അംഗനവാടികൾ ഇത് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെല്ലാം തന്നെ ഏതാണ്ട് 77,000-ൽ പരം കുട്ടികൾ ഗോത്രവർഗ മേഖലയിൽ നിന്നും പഠിക്കുന്നുണ്ട്. 1,07,000-ഓളം കുട്ടികൾ വിവിധ തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയോ മറ്റുള്ള മാനസികമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വൈകല്യങ്ങളോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികളുടെ പ്രായം, അവർ തെറ്റിലേക്ക് വഴുതി വരുവാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അവർ പോലും അറിയാത്ത കാര്യങ്ങളാണ്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതുമാത്രമല്ല, അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള കൗതുകങ്ങളും എന്തും പരീക്ഷിച്ച് നോക്കാനുള്ള പ്രവണതയും ചോദനയും എല്ലാം ഉള്ളൊരു പ്രായത്തിൽ പലപ്പോഴും ചെറിയ ഒരു ട്രിഗർ അവർക്ക് കിട്ടിയാൽ തന്നെ പലപ്പോഴും അവരറിയാതെ തന്നെ തെറ്റിലേക്ക് മാറിപ്പോയേക്കാം. അവരുടെ അവകാശങ്ങൾ പലപ്പോഴും എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പല കുറ്റകൃത്യങ്ങളും നാം അറിയാതെ പോകുന്നു. കാരണം കുട്ടികൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ വിവിധ സംഘടനകളും സർക്കാരും എല്ലാം തന്നെ കുട്ടികളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ കഴിഞ്ഞ 2 വർഷമായി 1-ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പുതിയ രചനയിൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി അവരുടെ പ്രായത്തിനനുസൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമബോധം നമ്മുടെ കുട്ടികളിൽ സന്നിവേശിപ്പിക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ +1 +2-ലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പ്രായമായിട്ടുള്ള +1 +2 പ്രായത്തിലേക്കുള്ള കുട്ടികളുടെ പാഠപുസ്തക രചന ഈ വർഷം ആരംഭിക്കുകയാണ്. ഇതിനോടെല്ലാം ഒപ്പിച്ച് തന്നെ ഈ വർഷം കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ കൊടുത്തിരുന്നു. ഡ്രഗ്സുമായിട്ടും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ്, റാഗിങ്, അതുപോലെ സൈബർ ലോ എന്തൊക്കെയാണ്. എനിക്ക് വളരെ നന്ദിയോടുകൂടി പറയേണ്ട കാര്യം, അതിൽ TDLs ബഹുമാനപ്പെട്ട ഷംനാദ് സാറ് തന്നെ അദ്ദേഹം നേരിട്ട് അതിൻ്റെ ആലോചനാ യോഗങ്ങളിൽ പങ്കെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 11-12 ക്ലാസ്സുകളിലെ ഈ പ്രാവശ്യത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ വളരെ വിജയമായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതിന് TDLCയുടെ പ്രത്യേകമായൊരു നന്ദി വകുപ്പിൻ്റെ പേരിൽ ഞാനിവിടെ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള ഇൻ്റർവെൻഷൻ 11-12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ രചനയിലും ഉണ്ടാവണമെന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഒരു അപേക്ഷ നൽകുകയാണ്. അതിന് പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ TDLCക്ക് ധാരാളം പങ്ക് വഹിക്കുവാൻ വേണ്ടി കഴിയും. നമ്മുടെ കുട്ടികളെ നമുക്ക് ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ പ്രായത്തിൻ്റെതായ പ്രത്യേകത മൂലം എന്തെങ്കിലും രീതിയിലുള്ള ഡീവിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ കുട്ടികളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക കൂടി ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വരും കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു സ്വഭാവം ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 20 വയസ്സോടുകൂടി ഒരാളുടെ സ്വഭാവം ഉറയ്ക്കുന്നു എന്ന് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള അവരുടെ അവബോധത്തിൽ അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കാര്യം കൂടി, നിയമബോധം കൂടി, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള സഹജമായിട്ടുള്ള ചില കാഴ്ചപ്പാട് കൂടി അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയും. അതിന് TDLC പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള DLSA പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിനെ പല രീതിയിൽ അവർക്ക് സഹായിക്കുവാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ആദരണീയനായ മുഷ്താഖ് സാറ് പറഞ്ഞതുപോലെ സംവാദ സദസ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അതും വലിയ രീതിയിൽ നമുക്ക് പോയ കുട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അവർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി അവർക്ക് വലിയ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഏറ്റവും സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിലേക്ക് പ്രത്യേകമായൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ കൂടി നിയമം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും നിയമ സംവിധാനം എന്തിനാണ്
എന്നും അവർക്ക് കൂടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ കൂടെ അവരുടെ മനസ്സിലുള്ള നിയമബോധം ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഒരു ഉത്തമ പൗരന്മാരാക്കുന്നതിനുള്ള നടപടികളിൽ തീർച്ചയായിട്ടും ഈ വർഷം മുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.